ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തോണ്ടേക്കിൻ്റെ ശ്രമപരാജയ സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. തോണ്ടേക്കിൻ്റെ ശ്രമപരാജയ സിദ്ധാന്തം ട്രയൽ ആൻഡ് എറർ തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. അമേരിക്കയിലെ പ്രശസ്തനായ ഒരു പ്രൊഫസറായിരുന്നു നമ്മുടെ തോണ്ടേക്ക്. തോണ്ടേക്കിൻ്റെ പ്രധാനപ്പെട്ട തിയറിയിലൊന്നാണ് ശ്രമപരാജയ സിദ്ധാന്തം. അതിലെ പ്രധാന ഏരിയാസ് അല്ലെങ്കിൽ പ്രധാന പോയിന്റ്സ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം നമ്മൾ പറയേണ്ടത് തോണ്ടേക്കിൻ്റെ തിയറി എന്തെന്നാണ് അറിയപ്പെടുന്നത്. തോണ്ടേക്കിൻ്റെ തിയറി അറിയപ്പെടുന്നത് ശ്രമപരാജയ സിദ്ധാന്തം. എന്താണ് ശ്രമപരാജയ സിദ്ധാന്തം? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തോണ്ടേക്കിൻ്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണം എന്താണ്? പരീക്ഷണം എന്താണ്? പ്രശ്നപേടകത്തിലെ പൂച്ച. എന്താണ് പ്രശ്നപേടകത്തിലെ പൂച്ച പരീക്ഷണം എന്ന് നമുക്കറിയണ്ടേ? എന്താണ് പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയട്ടെ. തോണ്ടയ്ക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ കൂട്ടിനകത്താക്കി വെച്ചു. ശേഷം ആ കൊളുത്തിട്ടു. പൂച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് പുറത്താണ് ഫുഡ് വെച്ചു കൊടുത്തത്. പൂച്ച അതിനെ കൊണ്ടാകും വിധം കൊളുത്ത് നീക്കി പുറത്തു വരാനായിട്ട് ശ്രമിച്ചു. ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം പൂച്ച എന്ത് ചെയ്തു? കൊളുത്ത് നീക്കി പുറത്തു വന്നു ആഹാരം കഴിച്ചു. പിന്നെ പൂച്ചയെ കൂട്ടിലാക്കുമ്പോൾ പൂച്ച എന്ത് ചെയ്തു? ഒരുപാട് ശ്രമങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ കൊളുത്ത് നീക്കി പുറത്തു വന്ന് ഫുഡ് കഴിക്കാനായിട്ട് ആരംഭിച്ചു. ഇതാണ് പ്രശ്നപേടകത്തിലെ പൂച്ച. തൻ്റെ പരീക്ഷണങ്ങളിലൂടെ തോണ്ടേക്ക് കണ്ടെത്തിയ പ്രാഥമിക പഠന നിയമങ്ങളെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ മൂന്നിനെയും കൂടെ ചേർത്ത് തോണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ അല്ലെങ്കിൽ പഠന നിയമത്രയം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് തോണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങളെ അറിയപ്പെടുന്നത്? തോണ്ടേക്കിൻ്റെ പഠന നിയമത്രയം എന്നാണ്. ഏതൊക്കെയാണ് ആ പഠന നിയമങ്ങൾ? ഒന്നാമത്തേത് സന്നദ്ധതാ നിയമം. രണ്ടാമത്തേതോ ആവർത്തന നിയമം. മൂന്നാമത്തേത് ഫലനിയമം. ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫലനിയമം. ഈ മൂന്ന് നിയമങ്ങളെയും പഠന നിയമത്രയം എന്നറിയപ്പെടുന്നു. ആരുടേതാണ്? തോണ്ടേക്കിൻ്റെ. ഇനി തോണ്ടേക്കിൻ്റെ നിയമങ്ങളുടെ അല്ലെങ്കിൽ തോണ്ടേക്കിൻ്റെ സിദ്ധാന്തത്തിന്റെ ക്ലാസ് റൂം പ്രസക്തി എന്താണെന്ന് നോക്കാം. ആദ്യമായി കുട്ടികളെ സജ്ജരാക്കുക. നമ്മൾ എന്ത് കാര്യം പഠിപ്പിക്കുന്നതിന് മുന്നേയും നമ്മുടെ വിദ്യാർത്ഥികളെ പഠനത്തിലേക്ക് സന്നദ്ധരാക്കുക അല്ലെങ്കിൽ സജ്ജരാക്കുക, ലേണിംഗ് റെഡിനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നത് ടീച്ചറിന്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തേത് പഠനത്തിന് ആഹ്ലാദകരമായിട്ടുള്ള ഫലം ലഭിക്കണം. എന്ത് പഠിച്ചാലും കുട്ടിക്ക് കിട്ടുന്നത് ആഹ്ലാദമുണ്ടാകുന്ന ഒരു പഠന ഫലം ആയിരിക്കണം. മൂന്നാമത്തേതോ കുട്ടിക്ക് നമ്മൾ സമ്മാനങ്ങളും അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയില്ലേ, പ്രശംസിക്കാറില്ലേ, അതൊക്കെ നമ്മുടെ ക്ലാസ് റൂം പ്രസക്തിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ വെറും ഇത്രയും പോയിന്റ്സ് പഠിച്ചതോടുകൂടി DLEDകാരുടെ തോണ്ടേക്കിൻ്റെ സിദ്ധാന്തം എന്ത് ചെയ്തു? കംപ്ലീറ്റ്.